ഒരു കഥ വായിച്ചു കഴിഞ്ഞാൽ ഇത്തിരി വെളിച്ചം മനസ്സിൽ വീഴണം. ആ വെളിച്ചത്തിൽ ഒരുപാട് പേരുടെ ജീവിതം കാണാൻ കഴിയണം. അങ്ങനെ ആയിരിക്കണം കഥകൾ. അങ്ങനെയാണ് ദിപു ജയരാമന്റെ കഥകൾ. അതാണ് പഴുത്ത ചക്കയുടെ മണം. പെർഫ്യൂം, ഒരു കുഞ്ഞു നക്ഷത്രം, നുണച്ചി, പഴുത്ത ചക്കയുടെ മണം എന്നിങ്ങനെ 11 കഥകൾ. സ്ത്രീ മനസ്സുകളെ ആഴത്തിൽ മനസ്സിലാക്കുകയും അത് കഥകളിലൂടെ എഴുതി വയ്ക്കുകയും ചെയ്തിട്ടുള്ള ദിപു ജയരാമന്റെ കഥകൾ ഒറ്റയടിക്ക് വായിച്ചു തീർക്കാൻ കഴിയാത്തത് അക്ഷരങ്ങൾക്കിടയിൽ എവിടെയൊക്കെയോ എനിക്ക് എന്നെ തന്നെ കണ്ടതുകൊണ്ടായിരുന്നു. പൂച്ചക്കായ മണക്കുന്ന കൊച്ചമ്മാളുവും കള്ളു മണക്കുന്ന മാണിക്കുട്ടിയും നമ്മൾ കണ്ടുമറന്ന നല്ല കുറെ മനുഷ്യരും. ഈ കഥകൾ നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നത് നഷ്ടപ്പെട്ട നമ്മുടെ വേരുകളിലേക്കാണ്. കഥകൾ വായിക്കാനുള്ളതല്ല, ജീവിക്കാനുള്ളതാണെന്ന സത്യം തിരിച്ചറിയണമെങ്കിൽ ഓറ ടെയിൽസ് പ്രസിദ്ധീകരിച്ച ദിപു ജയരാമന്റെ പഴുത്ത ചക്കയുടെ മണം വായിക്കുക തന്നെ വേണം. സ്ത്രീകളുടെയും സാധാരണ മനുഷ്യരുടെയും ജീവിതത്തിലെ തീവ്രമായ അനുഭവങ്ങളെയും ബന്ധങ്ങളെയും ഒക്കെ ഇത്രമേൽ ഹൃദ്യമായി വരച്ചു വച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ദിപു ജയരാമന്റെ കഥകൾ വായനക്കാരുടെ മനസ്സിൽ എന്നും മായാതെ നിലനിൽക്കുമെന്ന് ഉറപ്പാണ്.